എന്ത് പറഞ്ഞാലും ട്രോളാക്കി മാറ്റി. എന്നാലും അതിൽ നിന്ന് പഠിക്കാത്ത ഒരാളാണ് ചിന്താ ജെറോം. നേരത്തെ യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്നു, ഇപ്പൊ എന്ത് പദവിയാണെന്ന് എനിക്ക് അറിയില്ല. ചിന്താ ജെറോം ഈ അടുത്ത സമയത്ത് ഇപ്പൊ 1-2 ദിവസത്തിനകത്ത് വീണ ജോർജിന്റെ കഴുത്തുളുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു നാടകം നടന്നല്ലോ. ഷംസീർ ഇക്ക കളിച്ച ഒരു സ്ക്രിപ്റ്റിലെ നാടകം പൊളിഞ്ഞു പാളീസായി. ആ നാടകവുമായി ബന്ധപ്പെട്ട് ചിന്താ ജെറോം കൊല്ലത്തൊരു പ്രതിഷേധം നടത്തി. ചിന്തയല്ല, ഈ DYFI പ്രവർത്തകരെല്ലാം കൂടി ഒരു പ്രതിഷേധം നടത്തി. അതില് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം, അതായത് വീട്ടിലിരിക്കുന്ന അമ്മമാരെ വളരെ മോശം, നമുക്ക് ആ മുദ്രാവാക്യം പറയാൻ കഴിയില്ല, അതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. കാരണം നമ്മുടെ മാന്യത അതിനെ അനുവദിക്കില്ല, അതുകൊണ്ട് മാത്രം. അത്ര മോശമായ രീതിയിലാണ് മുദ്രാവാക്യം വിളിച്ചത്. അതിന്റെ കൂടെ നിന്ന് വലിയ ആർജവത്തോടെ ചിന്ത വിളിക്കുകയാണ്. കൊല്ലത്താണ് ഈ പ്രതിഷേധ പ്രകടനം, കഴുത്തുളുക്കുമായി ബന്ധപ്പെട്ട നാടകത്തിന്റെ ബാക്കി കാര്യങ്ങൾ അരങ്ങേറിയത്. ഇപ്പൊ പോലീസ് അധിക്ഷേപ മുദ്രാവാക്യത്തിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. ചിന്തച്ച് കരഞ്ഞ് നിലവിളിക്കണം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ചിന്ത എപ്പോഴും ഇങ്ങനെയാണ്, ഒരു ചിന്ത ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ചിന്ത എനിക്കറിയാം, ചിന്ത വളരെ ഒരു പാവം കുട്ടിയാണ്, പാവം കുട്ടി തന്നെയാണ്. കേരള സർവകലാശാലയുടെ ചെയർപേഴ്സണായിരുന്നു. ദൂരദർശനിലേക്ക് വിളിക്കുമ്പോൾ ചിന്ത എപ്പോൾ വിളിച്ചാലും ചിന്ത വരാറുണ്ട്. ചിന്ത എന്തിനാ ഇങ്ങനെ നിങ്ങൾ ചിന്തയെ വിളിക്കുന്നതെന്ന് വരെ ഉള്ള ആ ചോദ്യങ്ങൾ പ്രേക്ഷകരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോഴും ചിന്തയെ വിളിച്ചുകൊണ്ട്, കാരണം ചിന്ത എന്നുള്ള പേര് കൊണ്ട് ചിന്താശേഷിയുള്ള ഒരാളായിരിക്കുമല്ലോ. കാര്യങ്ങളൊക്കെ പറയാം, CPM-ൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് പറയാറുമുണ്ട്. ഒരു സംവാദത്തിനൊരു താളവും ആവേശവും ഒക്കെ വേണമല്ലോ, അതൊക്കെ ഉള്ള ഒരാളാണ്. അത്യാവശ്യം ഭാഷ, ഇത് ടെക്നിക്കൽ പരമായ ഉപകരണങ്ങൾ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ DYFI പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ സെൽഫിയുടെ രാഷ്ട്രീയം പറഞ്ഞ ചിന്ത, അമ്മയുടെ ജിമിക്കിയും കമൽ, ഏതെങ്കിലും വീട്ടിൽ അമ്മയുടെ ജിമിക്കിയും കമൽ അച്ഛൻ അടിച്ചോണ്ട് പോവാറുണ്ടോ എന്ന് ചോദിച്ച ചിന്ത. അങ്ങനെ ചിന്തയ്ക്ക് നല്ല ചിന്താശേഷിയാണ്. പക്ഷേ വരുമ്പോഴെപ്പോഴും ഈ ചിന്ത എന്ന് പറയുന്ന ആൾ അമ്മയും കൂട്ടിയേ വരും. എപ്പോഴും അമ്മയും കൂട്ടിയോ, വന്നാൽ തടുക്കാൻ ഒരാള് അല്ല. അങ്ങനെ അമ്മയോടൊപ്പം വന്ന ആ ചിന്ത വിളിച്ച മുദ്രാവാക്യം, അല്ലെങ്കിൽ അവരെഴുതിയ ആ മുദ്രാവാക്യം ഉണ്ടല്ലോ. മലയാളത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണല്ലോ, ആണ് ഡോക്ടർ ചിന്താ ജെറോം. നിർത്തടാ അവിടെ. അപ്പോൾ ആ മുദ്രാവാക്യം ആരുടെ എഴുതിയത്? ഡോക്ടർ ചിന്തയുടെ വാഴക്കുല മാറിപ്പോയ കഥ അതറിയാം. അത് ഞാനിപ്പോൾ പറഞ്ഞത്. വൈലോപ്പള്ളിക്ക് ചങ്ങമ്പുഴ എഴുതിയ കൃതിയുടെ ക്രെഡിറ്റ് വൈലോപ്പള്ളിക്ക് കൊടുത്ത. വൈലോപ്പള്ളി ഇടതുപക്ഷമായതുകൊണ്ടായിരിക്കും, അതാണ്. പക്ഷേ ചിന്ത മനസ്സിലാക്കാത്ത കാര്യം, ചങ്ങമ്പുഴയും ഇടതുപക്ഷക്കാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, സോഷ്യലിസം വരാൻ അതൊന്നും ചിന്തിക്കുകയില്ല. വൈലോപ്പള്ളി അങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞ് ആ വൈലോപ്പള്ളിക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ക്രെഡിറ്റ്. CPM-ൽ ഇപ്പോൾ അതാണല്ലോ ഇത്ര തീവ്രത കൂടിയ മുദ്രാവാക്യം വിളിക്കാൻ അവരെ പ്രേരിപ്പിച്ചതൊരു പക്ഷേ കൊല്ലത്ത് മുകേഷിന് കൊടുക്കില്ലെന്നുള്ളൊരു വിവരം കിട്ടി. എന്നാൽ പിന്നെ ഞാനൊന്നായാലോ, കൊല്ലമല്ലേ, എന്നാൽ പിന്നെ ആകാം എന്നൊരു വിശേഷ ബുദ്ധി, ഒരു ചിന്ത അവരിൽ ഉദിച്ചത് കൊണ്ടായിരിക്കും ഈ ചിന്ത ഇങ്ങനെ അച്ഛനെയും അമ്മയും അധിക്ഷേപിക്കുന്ന തരത്തിൽ. അച്ഛനും അമ്മയ്ക്കും പിറന്ന കുട്ടികൾ ഒരിക്കലും പറയാത്ത തരത്തിലൊരു മുദ്രാവാക്യം CPM-ൻ്റെയും SFIയുടെയും DYFIയുടെയും സാംസ്കാരിക ജീർണതയ്ക്കിനി വേറൊരു അളവുപോൽ ആവശ്യമില്ല. കഴിച്ചപ്പൊട്ടാത്ത മലയാളം ഒന്നും പറയല്ലേ, ഇതിനൊറ്റ വാക്കേ ഉള്ളൂ, അല്ല അടി കിട്ടാത്ത എന്റെ സൂക്കേട്. തെറിക്കുത്തരം നമുക്ക് പിന്നെ എന്താ പറയുക, ആശയപരമായ എതിർപ്പുകൾ ഉണ്ടാകാം. 2 രാഷ്ട്രീയ നിലപാടുകളിൽ, പിന്നെ 2 പാർട്ടിയിലെ നിലപാടുകൾ, അതനുസരിച്ച് നമുക്ക് പിന്നെ നമ്മുടെ ആശയങ്ങളും അവരുടെ ആശയങ്ങളും തമ്മിൽ പൊരുത്താം. മാന്യമായ രീതിയിൽ നമുക്ക് വിമർശിക്കാം രാഷ്ട്രീയപരമായി. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അതിനെ KSU നേതാക്കളെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ KSU പ്രവർത്തകരെ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെയൊക്കെ നിങ്ങൾക്ക് ആശയപരമായി വിമർശിക്കാം. പക്ഷേ അവരുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരെ മോശക്കാരികളാക്കുന്ന അല്ലെങ്കിൽ മോശമാക്കുന്ന ഇത്തരം മുദ്രാവാക്യങ്ങൾ കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഡോക്ടറേറ്റ് നേടിയ സ്ത്രീപക്ഷവാദികളാണ് ഞങ്ങൾ, സ്ത്രീപക്ഷത്തോടൊപ്പമാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മതിൽ കെട്ടും, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സമത്വത്തിന് വേണ്ടി നിലനിൽക്കും, ഞങ്ങൾ സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് കാണിക്കാൻ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റി ഞങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ആണുങ്ങളെയും, സ്ത്രീകളെ പിടിപ്പിച്ച എല്ലാ ആണുങ്ങളെയും, ഞങ്ങൾ എല്ലാ മേഖലയും ശുദ്ധീകരിക്കും. പക്ഷെ ഞങ്ങളെ വീടും ഞങ്ങളുടെ മേഖലയും ഞങ്ങളുടെ പാർട്ടി ഓഫീസും ഞങ്ങൾ ശുദ്ധീകരിക്കില്ല. ഞങ്ങൾക്ക് തീവ്രത അളക്കുന്ന മിഷ്യനുണ്ട്, ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് തീവ്രത അളക്കുന്ന മിഷ്യനുണ്ട്. ഞങ്ങൾക്ക് ലൈംഗിക കേസ് വന്നാൽ പാർട്ടിയുണ്ട്, പാർട്ടിക്ക് തന്നെ പോലീസുണ്ട്, പാർട്ടിക്ക് തന്നെ കോടതിയുണ്ട്.
ഞങ്ങൾ അന്വേഷണം നടത്തി ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നടക്കും. ഇതാണ് ഈ കേസ് ഇപ്പം ഇങ്ങനെ ചമച്ചതാ. ഇതിപ്പോൾ ഒരു യാതൊരു എവിഡൻസും ഇല്ല. CPM-ന്റെ MV ജയരാജൻ വിടുവായൻ തകവളകൾ അടിക്കുന്ന വാചകം അടി പോലെ വീണ ജോർജിനെ കൊല്ലാനാണെന്ന് കണ്ടുപിടിച്ചു അദ്ദേഹം. മാന്യദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. പ്രാഥമിക അന്വേഷണം നടത്തി. പോലീസിന് പോലും കണ്ടുപിടിക്കാത്ത ജയരാജൻ എം വി ജയരാജൻ കണ്ടുപിടിച്ചു. എം വി ജയരാജൻ കണ്ടുപിടിച്ചെങ്കിൽ ജയരാജനെ പോലീസിലെടുക്കാനുള്ള ഒരു നിയമനം ആഭ്യന്തരമന്ത്രി നൽകണം. ഇത്രയും കൃത്യമായ പോലീസിനോ CCTV ദൃശ്യങ്ങൾക്കോ കണ്ടുപിടിക്കാൻ കഴിയാത്തതല്ലേ ജയരാജൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതെ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്നറിയാം? ഒരു തുണ്ട് കറുത്ത ശീല. ആ ശീല KSUവിൻ്റെ ആണെന്ന് പറയുക. പുള്ളി KSUവിൻ്റെ ശീലയാണെന്ന് പറയുക. അത് വാസ്തവത്തിൽ ആരുടെയായിരുന്നു ആ ശീല? ആ ഗൺമാൻ്റെ, വീണ ജോർജിൻ്റെ ഗൺമാൻ്റെ ശീലയാണ്. അത് എടുത്തു വെച്ച് കാണിച്ച് KSU ആണെന്ന് പറയുക. ഇവരുടെ ഗൺമാൻ എന്നാണ് KSU ആയെന്ന് എനിക്കറിയത്തില്ല. ഈ പൊട്ടത്തരം കളികൾ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് നിങ്ങൾ. സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന നിങ്ങൾ തന്നെ വിഡ്ഢികളാക്കുകയാണ്. കൊണ്ടുപോകാ തെളിവ് ചുണയുണ്ടെങ്കിൽ കൊണ്ടുപോകാ. വെല്ലുവിളിച്ചല്ലോ KSU. എന്താ നിങ്ങളുടെ ഒരു ആൾ ഇതുവരെ കൊണ്ടുവരാത്തത്? നിങ്ങൾ വിവാന്ത ഇന്നുകൊണ്ട് പറയുകയാണ് അത് വീണ ജോർജിനെ കൊല്ലാനുള്ള ശ്രമം. ഇതിനെക്കുറിച്ചാണ് അറബിക്കഥ ഈ പറയുന്നത്. വിടുവാവൻ തവളകൾ എന്ന് പറയുന്നത്. പടിപാളിയെന്ന് എവിടെയെന്ന് സാറിന് മനസ്സിലായില്ല. വീണടത്ത് നിന്ന് വീണമന്ത്രി കഴുത്തുളുക്കിയതിന് ശേഷം വീണിട്ടില്ലാത്തതുപോലെ നടന്നു പോയി. ഏകദേശം 1, 2, 3 പ്ലാറ്റ്ഫോം ഒക്കെ കഴിഞ്ഞ് 4ാമത്തതിലേക്ക് കടന്നപ്പോൾ, ഇനി 1ാമത്തതോ 2ാമത്തതോ ആയിക്കോട്ടെ, എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഓക്കെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് നടന്ന് നീങ്ങിയപ്പോൾ അവിടെ ചെന്നപ്പോൾ അതാ നിൽക്കുന്നു പ്രധാന സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് ഷംസീർ, സ്പീക്കർ ഷംസീർ നിൽക്കുന്നു. പക്ഷെ ഷംസീറിനെ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഷംസീർ പെട്ടെന്ന് എനിക്ക് കഴുത്തിലടിച്ചോ? കഴുത്തിലടി കൊണ്ടോ? ഉണ്ട്, പരിക്കുണ്ട്, കഴുത്തിന് പരിക്കുണ്ട്. ഇനി ഒന്നും നോക്കണ്ട, കഴുത്തിന് പരിക്കുണ്ട്. പരിക്കുണ്ട്. മുഖ്യമന്ത്രി ഉടനെ വിളിക്കുന്ന ആ സഹാവെ മന്ത്രിയെ KSUക്കാരടിച്ച് കഴുത്തിന് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഉടനെ മന്ത്രി അതുവരെ കഴുത്ത് വേദന. മന്ത്രി മുഖ്യന്റെ കോള് കേട്ടപ്പോൾ മന്ത്രി ഇരിക്കുന്നിടത്തുനിന്ന് മൂട്ടി തീ പിടിച്ചതുപോലെ ചാടി എഴുന്നേക്കുന്നത്. കഴുത്തി പിടിച്ചിട്ട് എന്നെ അടിച്ച്, എന്നെ കൊന്നവുമാര്. ഓ ആ തിരക്കഥ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. ഉടനെ മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ. ഉടനെ നിങ്ങൾ പൊക്കോ, നിങ്ങൾ അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തോ എന്ന് വെച്ചാൽ മന്ത്രിക്ക് ഇവിടെ അത്യാഹിത മന്ത്രി ഇന്നിപ്പം തീരെ കൊണ്ടുപോയില്ലെങ്കിൽ ആ തരത്തിലാണ് മന്ത്രി കിടക്കുന്നത്. ഉടനെ അവിടെ കൊണ്ടുപോയി മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു, പാർട്ടി നേതാക്കൾ സന്ദർശിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടന്ന് ചർച്ച നടത്തുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും, കേരളം എങ്ങനെ കത്തിക്കും? മന്ത്രിയാണ് തൊട്ടിരിക്കുന്നത്, CPM മന്ത്രിയെ. അപ്പോഴത്തേക്കും KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പുതിയ സെക്രട്ടറി പറയുന്നു കത്തിച്ചോളണ കേരളം, വീണ ജോർജിന് പരിക്ക്, ഉടനെ പാർട്ടി ഓഫീസുകൾ, DCC ഓഫീസിൽ കല്ലെറിയുന്നു, കത്തിക്കുന്നു. സതീശന്റെ പുതുയുഗ യാത്ര, സതീശനെ പിന്നെ കാണാനില്ല. ഇങ്ങനെയാണ് ഭുവനേശ്വരൻ, നിങ്ങളുടെ സഖാവായിട്ടുള്ള നമ്മുടെ G സുധാകരൻ എന്ന് പറയുന്ന മാന്യനായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അനിയനായിട്ടുള്ള ഭുവനേശ്വരനെ കൊന്നത് ഇങ്ങനെയായിരുന്നു. KSUക്കാർക്ക് എന്തോ പരിക്ക് പറ്റി അവിടെ നടന്നവരെ ആക്രമണത്തിൽ. KSUക്കാർക്ക് SFIക്കാരനാരോ ഒന്ന് ചെയ്തെന്നാണ് പറയുന്നത്. അതങ്ങോട്ട് വന്ന് അവരുടെ കതർ ഉടുപ്പിലേക്ക് ചോര ഇങ്ങനെ പടർന്നു കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞുകൊണ്ടുപോയ കൊല്ലിലടാ എല്ലാ SFIക്കാരെയും. അതിൻ്റെ ഇരയായിരുന്നു. ഇതുപോലെ നിങ്ങൾ പ്രകോപനപരമായിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ ഭരിക്കുന്ന കേരളം കുട്ടിച്ചോറാക്കി കളയുന്നതാണ് തീവ്രവാദികളുടെ മുദ്രാവാക്യം. ഇവിടെ ഷംസീർ ചതിച്ചു, അതുവഴി പണി കിട്ടിയത് ആരാണ്? ഷംസീർ തിരക്കഥ ഉണ്ടാക്കി. ആ തിരക്കഥയിൽ അഭിനയിച്ചവരാണ് ബാക്കിയുള്ളവരെല്ലാവരും. ആ അഭിനയം ഇടയ്ക്ക് വെച്ച് പാളിപ്പോയി. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നില്ല. അപ്പം മൊത്തത്തിൽ കഥ കൈ വിട്ടുപോയി. 2001 മന്ത്രിക്ക് കഴുത്തിന് പരിക്കുണ്ട് എന്നുള്ളത് പുറത്തു വരുന്നുണ്ട്. അപ്പൊ എല്ലാം പോയി. ഇത് കണ്ടുകൊണ്ട് എടുത്തു ചാടിയ ചിന്ത പോലീസിലും. ചിന്തയ്ക്ക് ഇപ്പൊ എതിരെ കേസ്. കാരണം ഇത് കണ്ടിട്ടാണല്ലോ ചിന്ത മുദ്രാവാക്യം വിളിക്കാൻ പോയത്. ഷംസീർ ചതിച്ച് ചിന്തയെ പോലീസും പിടിച്ച്. ഇതാണ് ഇപ്പൊ എല്ലാം പ്രകോപനം അവിടെ നടത്തിയത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. കേരളം മുഴുവൻ പ്രതിഷേധത്തിന്റെ അലകൾ തീർക്കുക. അവരെ തള്ളിപ്പറഞ്ഞ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും. സതീശൻ കൊട്ടേഷൻ കൊടുത്ത് വീണയെ കൊല്ലാൻ നോക്കിയെന്ന് ഇവിടെ പറയാതിരുന്നാൽ മതി. കാരണം സതീശൻ ഒരു സ്ഥലത്തൂടെ പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട്. കിട്ടിയ ഒരു അവസരം അങ്ങ് മുതലാക്കി നോക്കിയതാ. വളരെ വൃത്തികേടായിപ്പോയി, നാണക്കേടായിപ്പോയി. മോഹൻലാലിന്റെ ഇന്റർവ്യൂ കൊണ്ടുണ്ടായ മൈലേജ് മുഴുവൻ ഈ വികലമായ അഭിനയം കൊണ്ട് അല്ലെങ്കിൽ തന്നെ CPM-ന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം വീണ ജോർജും അവരുടെ വകുപ്പുമായിരുന്നു. തീർച്ചയായിട്ടും സിസ്റ്റം ഫെയിലുവർ. മനസ്സിലായില്ലേ? ഇതിപ്പോ ടോട്ടൽ സിസ്റ്റം ടോട്ടൽ ഫെയിലുവർ. സിസ്റ്റം CPM-ന്റെ സിസ്റ്റം തന്നെ ഫെയിലുവർ ആയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു കാര്യം കൂടി. നിങ്ങൾക്ക് വീണ ജോർജിന്റെ കഴുത്തിന് ഇങ്ങനെ ഒരു വേദന വന്നപ്പോൾ വേദന തോന്നിയില്ലേ? വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന BJP
വരുന്നതിന് മുമ്പുള്ള ജനസംഘക്കാരനെ കൊന്ന ആരാ? കണ്ണൂർ ജില്ലയിൽ ഈ കണ്ണീർ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചതാരായിരുന്നു? അതുപോലെ തന്നെ ജയകൃഷ്ണൻ മാസ്റ്ററെ കുട്ടികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്നപ്പോൾ നിങ്ങൾക്ക് വേദനയില്ലായിരുന്നോ? അതുപോലെ നിങ്ങളുടെ തന്നെ പാർട്ടി സഖാവായിരുന്ന TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിയപ്പോൾ നിങ്ങൾക്ക് വേദനയില്ലായിരുന്നോ? പോട്ടെ, അല്പം കൂടി തീവ്രത കുറഞ്ഞ ഒരു കാര്യം പറയാം. KK രമയെ കൈ പിടിച്ചൊടിച്ചപ്പോൾ അവരുടെ കൈ ഇന്നും പ്ലാസ്റ്റർ ഇടേണ്ട വേദന അനുഭവിക്കുകയാണ്. പ്ലാസ്റ്റർ ഇട്ട് നടക്കേണ്ടി വന്നത് അത് അഭിനയമായിരുന്നില്ലല്ലോ. കൈയെ പിടിച്ചോടിച്ച് കളഞ്ഞത് ആരായിരുന്നു? അപ്പം നിങ്ങൾക്ക് വേദന തോന്നിയില്ല. വീണ ജോർജിൻ്റെ കഴുത്തിന് വേദന വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വേദന തോന്നത്തുള്ളൂ. എന്ത് തരം രാഷ്ട്രീയമാണിത്? ഇത് സഭ്യ രാഷ്ട്രീയമല്ല, അസഭ്യ രാഷ്ട്രീയമാണ്. പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അനുശോചിക്കുന്നു. ആ പരിക്ക് പക്ഷേ തെളിവെവിടെ? അത് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. യാതൊരു വിധമായിട്ടുള്ള ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല, ദാക്ഷിണ്യമില്ലാതെ ഞങ്ങൾ വിമർശിക്കും. പക്ഷേ നിങ്ങൾക്ക് തെളിവില്ല. അപ്പോൾ ഇതൊരു കപട നാടകമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു പോകുന്നു. തെളിവ് കൊണ്ടുവരൂ.